ഏൽപ്പിച്ചിട്ടുമില്ല. ഒരു DC ബുക്സുകാരും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്തോ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നടപടി സ്വീകരിക്കും. അങ്ങത് എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് ചോർന്നു എന്നാണ് പറയുന്നത്. അല്ല, എവിടെയാണ് നോക്കണത്, എവിടെയാണെന്നുള്ളത്? ഈ വന്നിരിക്കുന്ന എല്ലാം തെറ്റാണ്. ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. എൻ്റെ പുസ്തകം അതേ അല്ല. അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇന്ന് 10:30 ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര്? അതിൽ തന്നെ ഇതിൻ്റെ കള്ളത്തരം വ്യക്തമല്ലേ? ഞാൻ എഴുതിയ പുസ്തകം ഞാൻ അറിയാതെ ഇന്ന് പ്രകാശന അതെ, അത് എന്നെ എഴുതി പിടിപ്പിച്ചതല്ലേ. ഒപ്പം PV അൻവറിന്റെ ഒരു പ്രസ്താവന എന്ന് വന്നിട്ടുണ്ട്. EP ജയരാജൻ ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല, സഹോദര തുല്യനാണ്. P ശശിയാണ് ഇതിന് പുറകിൽ. അതൊക്കെ അസംബന്ധം. ഈ എഴുതിയത് മുഴുവൻ ഞാൻ അറിയാതെ ഏതോ എഴുതി പ്രസിദ്ധീകരിച്ചതാണ്. ഇത് വളരെ വളരെ മാധ്യമങ്ങൾക്ക് ഇതിലൊരു പങ്കുണ്ട്. നിങ്ങളെ 24-നെതിരെ ഞാൻ കേസ് കൊടുത്തേ പണ്ട്. ഇതുപോലെ തന്നെ മാനിക്കുലേറ്റ് ചെയ്തിട്ട് 2-3 ആളെ കൊണ്ടുപോകും. ഇത് DC ബുക്സിൻ്റെ അരിയിൽ ഇരുത്തി ഒരു ഇവിടുത്തെ ബാങ്കിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എന്നിട്ട് നിങ്ങൾ ശ്രീകണ്ഠൻ നായരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ആ കള്ളത്തരാന്ന്. 3-4 ആൾ കൂടി ചേർന്നിട്ട് നിങ്ങളുടെ പത്തനംതിട്ട ലേഖകൻ, നിങ്ങളുടെ തൃശ്ശൂർ ലേഖകൻ, ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഏതോ ഒരാൾക്ക് വേണ്ടി പരിചയം വാങ്ങിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഒരു ഹോട്ടലിൽ അത് പോലീസിന് വിവരം കിട്ടി കേസെടുത്തിട്ട് ഇപ്പം നടക്കുകയാണ്. DC ബുക്സിൻ്റെ ഭാഗത്തുനിന്ന് DC ബുക്സിന് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല. ഞാൻ DC ബുക്സിന് എൻ്റെ അടുക്ക ഈ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമി പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി മാതൃഭൂമി ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി ഞാൻ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. ശശി തന്നെ എൻ്റെ അടുക്ക വന്ന് അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പുസ്തകം തയ്യാറാക്കട്ടെ എന്നിട്ട് പറയാം. പിന്നെന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് 10:30 പ്രകാശൻ എൻ്റെ ബുക്ക് എന്ത് തെമ്മാടിത്താ കാണിക്കുന്നത്, എന്ത് ധിക്കാരമായി കാണിച്ചിരിക്കുന്നത് എൻ്റെ പേരിൽ. അതുകൊണ്ട് അതൊന്നും ആരെയും സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ. ശരി, താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നത് ആവർത്തിക്കുകയാണ്. നിയമ നടപടിയിലേക്ക് പോകും എന്നുകൂടി പറയുന്നു. തൻ്റെ ആത്മകഥ ഇതല്ല എന്ന വാദം അത് ഒരിക്കൽ കൂടി ഉന്നയിക്കുകയാണ് EP ജയരാജൻ.